ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ലോഡ് ഫ്രൈസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യം നമ്മൾ മയോണൈസ് ഒഴിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ ഇടുന്നുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടതിന് ശേഷം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെയും നമ്മൾ മയോണൈസ് ഇടുന്നുണ്ട്. മയോണൈസ് നല്ല വേണം ഇതിന്, അതുകൊണ്ട് പിന്നെയും മയോണൈസ് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെയും ഫ്രഞ്ച് ഫ്രൈസ് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുള്ള് ഫ്രഞ്ച് ഫ്രൈസ് ഇടുന്നുണ്ട്. നമ്മൾ ആകെ 4 ലെയറാണ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ മയോണൈസ് ഇടുന്നുണ്ട്. മയോണൈസ് കുറച്ച് തോനെ ഒഴിക്കണം ഈ ലെയറിൽ. ഫസ്റ്റ് ലെയർ കുറേ ഒഴിക്കണം കേട്ടോ. പിന്നെ നമ്മൾ സോസ് ഒഴിക്കുന്നുണ്ട്. സോസ് കുറച്ച് ഒഴിച്ചാൽ മതി, ബിക്കോസ് അതിന് മധുരം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ ചിക്കൻ ഇടുന്നുണ്ട്. പിന്നെയും നമുക്ക് മയോണൈസ് പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ലെയറിൽ നമ്മൾ ഫുൾ മയോണൈസ് ഒഴിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഫുൾ മയോണൈസ് ഒഴിച്ചിട്ട് നല്ല ക്രീമി ടെക്സ്ചർ ആവും ഈ മയോണൈസ് ഒഴിച്ചാൽ. അപ്പോൾ കുറേ മയോണൈസ് ഫസ്റ്റ് ലെയറിൽ ഒഴിച്ചിട്ട് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസും അത്യാവശ്യത്തിന് ഇടുന്നുണ്ട്, എന്നാലാണ് നല്ല വലിയുന്നുള്ളൂ. മൊസറല്ല ചീസാണ് ഇടുന്നത് നമ്മൾ. ഇനി നമ്മൾ നേരെ ഇതിൽ കയറ്റിയിട്ട് മറ്റേ എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഇതാക്കി കൊടുക്കാം, ചൂടാക്കാം. പിന്നെ എയർ ഫ്രൈന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നോക്കാം. ചൂടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. നല്ല അടിപൊളിയായിരുന്നു.